ഒരു രോഗിയായ ആളാണ്, പനിയാണ്, പുറപ്പെട്ട് മൂടി കിടക്കുകയാണ്, പനിയല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കാൻ പറ്റുമോ? നിസ്കാരം ഇല്ല. സമയത്തിന് മൂപ്പൊരാളെ വിളിക്കണം നമ്മൾ, എന്നിട്ട് നിസ്കരിക്കാൻ പറയണം. കാരണം ഈ പരിച്ചു കിടക്കുന്ന ആൾക്ക് ചിലപ്പോൾ സ്ഥലകാല ബോധങ്ങളൊന്നും ഉണ്ടാവില്ല, സമയം എത്രയായി എന്നുള്ളതും അറിയണ്ടാവില്ല. അപ്പം മൂപ്പൊരാൾ അങ്ങനെ ഉറങ്ങിപ്പോകും. ആ സമയത്ത് നമ്മൾ ഈ പനിയല്ലേ രോഗമല്ലേ എന്നും കരുതിയിട്ട് ആ വിഷയത്തിൽ ഒരു അലസത കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെയും അത് ബാധിക്കും, നമ്മളെയും അത് ബാധിക്കും. സയ്യിദ്നാ ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് വളരെ വിഷമിച്ച് കിടക്കുന്ന സന്ദർഭത്തിൽ സഹാബിവര്യന്മാർ കൂടി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു പ്രമുഖനായ സഹാബിവര്യൻ കയറി വരുന്നു. അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നിസ്കാരത്തെക്കുറിച്ച് സൂചിപ്പിച്ചോ എന്നാണ്. മഹാനുഭാവൻ അർദ്ധബോധാവസ്ഥയിലാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ബോധം ഇങ്ങനെ വരുന്നുള്ളൂ ഇടക്കിടക്ക്, എന്നാൽ അടുത്ത് ബോധം വരുന്ന സമയത്ത് നമ്മളത് സൂചിപ്പിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഒരു ഇത്തിരി ഇങ്ങനെ കണ്ണു തുറന്ന സമയത്ത് അവർ നിസ്കാരത്തിന് സമയമായി എന്ന് പറയുന്നു. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് നിസ്കരിക്കുന്നു. ആ ചരിത്രത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, മഹാനുഭാവൻ്റെ വയറിൽ നിന്ന് ആ സമയത്ത് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുടൽമല പുറത്താണ്. അപ്പോൾ വിഷമൂട്ടിയ കഠാര കൊണ്ടുവന്ന് സുബഹി നിസ്കരിക്കുന്ന സമയത്താണ് സയ്യിദ്നാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടിവയറ് കുത്തിക്കേറുന്നത്. നേരിട്ട് മഹാനുഭാവനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നത് അവരുടെ മുമ്പിലുള്ള അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഒളിഞ്ഞിരുന്നു മിഹ്റാബിന്റെ ഉള്ളിൽ. നിസ്കാരത്തിലേക്ക് മഹാനുഭാവൻ കയറി, അല്ലേ? മുസവ്വിർ ബിൻ മഖ്റമ റളിയല്ലാഹു അൻഹു വരികയാണ്. ആ സന്ദർഭത്തിൽ മഹാനുഭാവൻ നിസ്കാരത്തിലേക്ക് നിന്നു. പിന്നെ എല്ലാം മറന്ന് റബ്ബിൽ വിലയം പ്രാപിക്കുന്ന പ്രത്യേകമായ സന്ദർഭത്തിൽ സുഖാണ്. അയാൾ വല്ല പുറത്തിറങ്ങിയിട്ട് അടിവയറ് കുത്തി മൊത്തം കീറിക്കളഞ്ഞു. അതും നല്ല വിഷം മൂട്ടിയ കടാര കൊണ്ട്. സയ്യിദ്നാ ഉമർ ഫാറൂഖ് തങ്ങളുടെ കുടലൊക്കെ പുറത്ത് ചാടി. അങ്ങനെ കിടക്കുന്ന സന്ദർഭത്തിലാണ് അന്ന് അപ്പോഴേ മരണപ്പെട്ടിട്ടില്ല മഹാനുഭാവൻ. ഈ അബ്ദുല്ലാഹിബിൻ മഖ്റമ, ഈ മുസവ്വർ ബിൻ മഖ്റമ റളിയല്ലാഹു അൻഹു വരുന്നത്. മഹാനുഭാവൻ ചോദിച്ചു, കൈഫ തറൗന, എന്താ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അവസ്ഥ എന്ന് ചോദിച്ചു അവിടെയുള്ള ആളുകളോട്. കാലു മാ തറ, കാണുന്നില്ല ഇതന്നെ എന്ന് പറഞ്ഞു അവർ. കുൽത്തു, മഹാനുഭാവൻ പറയാണ്, നിങ്ങൾ അദ്ദേഹത്തോട് നിസ്കാരത്തെ ഓർമ്മപ്പെടുത്തിയോ? അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഫഇന്നകും ലൻ തുഖ്ദൂഹു ബിശൈഇൻ അഫ്സഅ ലഹു മിനസ് സ്വലാത്തി, അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ നിസ്കാരത്തേക്കാൾ ഭീതിതമായ മറ്റൊരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് നിസ്കാരം ഓർമ്മപ്പെടുത്തണം. ഒരാള് അർദ്ധബോധത്തിലാണ്, നിസ്കാരത്തിന്റെ സമയം അറിയില്ല, അതുകൊണ്ട് നിസ്കാരത്തിന്റെ സമയം ബോധ്യപ്പെടുത്തണം. ഫഖാലു അസ്സലാ യാ അമീറൽ മുഅ്മിനീൻ, അവർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, ഇതേ നിസ്കാരത്തിന്റെ സമയമായിരിക്കണമെന്ന് പറഞ്ഞു. ഫഖാല ഹാ അല്ലാഹ് ഇദൻ, പടച്ചോനെ ഇന്നപ്പം നിസ്കരിക്കുകയാണ്. അങ്ങനെയാണ് അതിന് നല്ല മലയാളം പറയാം. ഹാ അല്ലാഹ് ഇദൻ, അല്ലാഹ് നിസ്കരിക്കുകയാണ്.